ഹേ മച്ചാമാരെ ഫൈനലി അങ്ങനെ നമ്മുടെ ഗെയിമിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ അപ്ഡേറ്റും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നതാണ്. അതുപോലെ നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നമുക്ക് പുതിയ ഫീച്ചറും കാര്യം ഹൈഡ്രോളിക് ഫീച്ചറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഫീച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നും ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ RPG ഡ്രോണും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആക്ടിവേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആക്ടിവേഷനും കാര്യങ്ങളും ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് വർക്കും ചെയ്യുന്നത്, ഇതിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങൾ എന്താ എന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് കുറച്ച് സ്പെഷ്യൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അറിയാൻ വേണ്ടി എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. എന്തായാലും കാര്യം മനസ്സിലാവത്തുള്ളൂ. ആദ്യം തന്നെ നമ്മുടെ GTA 5 മൂഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരുന്നതാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇത് കുറേ പേര് എന്നോട് ഇന്നലെ കമൻറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈയും കാര്യങ്ങളെല്ലാം ഞാൻ തരുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കുറേ പേര് എന്നോട് കമൻറ്റ് എന്നോട് ചോദിച്ചായിരുന്നു ലിങ്കും കാര്യങ്ങളും എവിടെയാണ്. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ആദ്യം ലിങ്കും കാര്യങ്ങൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അവിടെ ലിങ്ക് കാര്യം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലിങ്ക് നിങ്ങളുടെ കൈ വെച്ചതിന് ശേഷം നിങ്ങൾ നേരെ ഗെയിമിൻ്റെ അകത്തോട്ട് കയറിയതിന് ശേഷം സ്ലോട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടതാണ്. ഒരു സ്ലോട്ടും കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്തോട്ട് എൻ്റർ ആവേണ്ടതാണ്. ഗെയിമിൻ്റെ അകത്ത് എൻ്റർ ആയതിനു ശേഷം നിങ്ങളാണെങ്കിൽ RGS മെനുവും കാര്യങ്ങൾക്ക് ആദ്യം എടുക്കേണ്ടതാണ്. RGS മെനു എടുക്കുമ്പോൾ ലോഡ് ഓപ്ഷൻ കാര്യമുണ്ട്. അവിടെ ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് വരുമ്പം നിങ്ങൾക്ക് ആ GTA 5 ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം താഴോട്ട് വരുമ്പോൾ എനിക്കിവിടെ RGS ഫയലിന് ഫോൾഡറിൻ്റെ അകത്താണ് ആ GTA 5 മോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് GTA 5 മാപ്പ് .glb എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാണാമെന്ന് നിങ്ങൾക്ക് എല്ലാവരും കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഗെയിമിൻ്റെ തൊട്ട് അത് ലോഡും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ലോഡും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലേസ് വെറ്റ് എന്ന് പറഞ്ഞാൽ ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചിപ്പ് കോഡും കാര്യങ്ങൾ അടിക്കേണ്ടതാണ്. ഒരു ചിപ്പ് കോഡ് അടിച്ചാലേ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് RGS ടൂൾ എടുക്കണം. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യണം RGCM എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്. എന്നാലും നമ്മുടെ ഗെയിമിലേക്ക് ഇത് വർക്കാവത്തുള്ളൂ. GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് RGSCM എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലേ നമ്മുടെ ഗെയിമിലേക്ക് ഇത് ആക്ടിവേഷനും കാര്യങ്ങളാകത്തുള്ളൂ. നമ്മളിവിടെ RGCM എന്ന് കൊടുത്തിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം സ്റ്റക്കും കാര്യങ്ങളൊക്കെ ആവും. സ്റ്റക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആക്ടിവേഷൻ ആകുന്നതായിരിക്കും. നമ്മൾ നേരെ അങ്ങോട്ടായിരിക്കും പോകുന്നത്. നേരത്തെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ക്രാഷും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമുക്ക് നേരെ റീസ്റ്റാർട്ടായിട്ടാണ് നേരെ അങ്ങോട്ട് കയറുന്നത്. ഇപ്പോൾ അതെല്ലാം മാറ്റി കുറച്ചുകൂടെ കംപ്രസീവായിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് എളുപ്പത്തിൽ കയറുന്ന രീതിയിലൊക്കെ നമ്മൾ ഡെവലപ്പറും കാര്യങ്ങളാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ GTA 5 മോഡിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ GTA 5 ലിങ്കും കാര്യങ്ങളും കിട്ടിയാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നിലവിൽ നമുക്ക് ഡെവലപ്പറും കാര്യങ്ങളും പറഞ്ഞ രീതി വെച്ചിട്ട് ഈ ഒരു മെത്തേഡ് കാര്യങ്ങൾ വെച്ചാലേ നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളാവത്തുള്ളൂ. അതുപോലെ തന്നെ കുറേ പേര് ഇതിൻ്റെ കമൻറ്റ് വെച്ചിട്ടുണ്ട് ലിങ്ക് എവിടെ, ലിങ്ക് കിട്ടിയില്ലല്ലോ, ലിങ്ക് ഇടുന്നില്ലല്ലോ, ലിങ്ക് എന്തോ പറ്റി എന്നൊക്കെ കുറേ പേര് ചോദിച്ചാൽ ലിങ്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറേ പേരുടെ കമൻസും കാര്യങ്ങളും കണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ഞാൻ അപ്പോഴേ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലതും ഞാൻ ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും തരാതിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് റിപ്ലൈ തന്നാൽ പോലും നിങ്ങൾക്ക് കുറേ പേര് പിന്നെയും അത് ചോദിക്കും. പിന്നെ ആ റിപ്ലൈ കൊടുത്തവർക്ക് മാത്രം അത് റിപ്ലൈ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് പിന്നെയും കൊടുക്കേണ്ടി വരും. അതിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് തോന്നിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് വെച്ചാൽ മച്ചമാരെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങളും വർക്ക് മൊത്തം ഫിനിഷ് ആയതിനു ശേഷമേ നമുക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. എന്നുവെച്ചാൽ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും തന്നു കഴിഞ്ഞാൽ അത് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാത്ത തന്നെ. അപ്പം നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെന്ന് എനിക്കറിയാം. കുറേ പേര് എന്നോട് കമൻറ്റ് കാര്യങ്ങൾ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അപ്പം ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഡെവലപ്പർ തന്നെ മെയിൻലി തരേണ്ടതാണ്. അവർ തന്നെ തന്നാലേ അവർക്ക് ഇന്ന് നമ്മളോട് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തു. ഒരു കുറച്ച് ദിവസം കൂടെ ഒരു 1 വീക്ക് 2 വീക്കിലൂടെ തന്നെ നിങ്ങൾക്കൊന്ന് വെയിറ്റിംഗ് കൂടെ ചെയ്താൽ മതി. ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അത്രയും ദിവസം കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. അത്രയും ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതല്ലേ. ഇത്രയും നാളെ നിങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ എത്ര ദിവസമായി നിങ്ങൾക്ക്, എത്ര ദിവസമല്ല എത്ര മാസം, 1 വർഷം കണ്ടായി GTA 5 മോഡും കാര്യങ്ങളും വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇച്ചിരി കൂടെ ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് തന്നെ നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത്രയും വൈകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല. ഇപ്പം നമ്മുടെ സിറ്റിക്കകത്താണെങ്കിൽ ജസ്റ്റ് സിറ്റിയുടെ ബിൽഡിങ്സും കാര്യങ്ങളും ഒരു കാറും അല്ലെങ്കിൽ 4-5 കാറും നമ്മുടെ ക്യാരക്ടറും മാത്രമേ വന്നിട്ടുള്ളൂ. വേറൊന്നും ആഡ് ആയിട്ടില്ല. നമുക്കിപ്പം മാപ്പ് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ NPC പ്ലെയറിനെ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ്സും കാര്യങ്ങളും അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലത്തെ കൂടെ കസ്റ്റമൈസ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഇതൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബിൽഡിങ്സും കാര്യങ്ങളും മാത്രമായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ ഇപ്പോഴും എടുത്തെടുത്ത് കാണിക്കുന്നത് തന്നെ. അപ്പം ഇത് ഫുള്ളായിട്ട് കിട്ടാനും ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ
കഴിയാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുള്ളായിരുന്നു, അതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഹൈഡ്രോളിക് മെഷീനും കാര്യങ്ങളുടെ പ്രോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രോപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് ഈ വരുന്ന അപ്ഡേറ്റ്സിനകത്തായിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഹൈഡ്രോളിക് മെഷീനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇതിൻ്റെ പ്രോപ്സും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചായിരിക്കും നമുക്ക് ഹൈഡ്രോളിക് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, ഇതിൻ്റെ പ്രോപ്സും കാര്യങ്ങളൊക്കെ. അപ്പം എത്ര പേർക്ക് ഈ ഹൈഡ്രോളിക് മെഷീനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഹൈഡ്രോളിക് മെഷീൻ്റെ എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന ഈ സാധനങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറേ ഐറ്റംസ് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറേ പേർക്ക് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്ന് ചെക്ക് ചെയ്തതാണ്. ഇപ്പം അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊന്നും കാണത്തില്ല, നിങ്ങൾ അത് പോയി ചെക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് അവസാനം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് കുറച്ച് പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാവുന്നതാണ്. അത് റാമ്പ് പ്രോപ്സും കാര്യങ്ങളാണ് R1 ആണ് വന്നേക്കുന്നത്. ഇനി അടുത്ത R2 കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആണെങ്കിൽ സ്കേറ്റിംഗ് ബോർഡിൻ്റെ ഒരു സാധനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ വാളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് R3 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും R3 കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോഴേ തന്നെ നമുക്കിവിടെ വിൻഡ് മില്ലിൻ്റെ ഒരു സാധനം കാര്യങ്ങളൊക്കെ പ്രോപ്സും കാര്യങ്ങളാണ് കിട്ടുന്നത്. ഇതുപോലെ കുറേ പ്രോപ്സും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ഈ കുറച്ച് നാളിന് മുമ്പായിട്ടൊക്കെ ഇതുപോലത്തെ കുറേ പ്രോപ്സും കാര്യങ്ങളൊക്കെ കിട്ടി. ഈ പ്രോപ്സും കാര്യങ്ങളൊക്കെ വെച്ച് കുറേ ഈവൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും ഈ പ്രോപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അതുപോലെ തന്നെ പുതിയ വരുന്ന പ്രോപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഹൈഡ്രോളിക് മെഷീൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഹൈഡ്രോളിക് മെഷീൻസ് വെച്ച് കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഈ ഹൈഡ്രോളിക് മെഷീൻ കാര്യങ്ങളൊക്കെ ആണോ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് ഹൈഡ്രോളിക് മെഷീൻ വേണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേണ്ടി നമുക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ പ്രോപ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് നമ്മുടെ GTA 5 ബാക്കിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേയ്സും കാര്യങ്ങളൊക്കെ വരുന്നത്, വേറൊന്നും കൊണ്ടല്ല. അപ്പം അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് എല്ലാം സാധനം ഐറ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾ പറയുന്ന ഐറ്റംസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പം ഒരാൾ മാത്രമാണ് ചെയ്യുന്നത്, നമ്മുടെ ഈ 10-15 പേരൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ഡെവലപ്പർ മാത്രമാണ് ചെയ്യുന്നത്. ഒറ്റ ഒരാൾ മാത്രമാണ് ഇത് ചെയ്തെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ പ്രോപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തിട്ട് അവർക്കും ഈ ഒരു പ്രോപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ RPG ഡ്രോണും കാര്യങ്ങളും ഞാനിവിടെ ആക്ടിവേഷൻ കാര്യം ചെയ്തിട്ടുണ്ട്. ഈ സാധനം എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആക്ടിവേഷൻ ആക്കുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഷിപ്പ് കോഡും കാര്യങ്ങൾ അടിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗ്ലിച്ചും കാര്യങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ആ ഗ്ലിച്ചും കാര്യങ്ങളും ഇഷ്ടപ്പെടായിരുന്നു. അതുപോലെ തന്നെ വേറെ കുറച്ച് ഗ്ലിച്ചസ് കൊണ്ടുവരാൻ ചോദിച്ചാൽ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗ്ലിച്ചും കാര്യങ്ങളും കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അടിക്കേണ്ടതാണ്. ആദ്യം നമ്മുടെ ഷിപ്പ് കോഡും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങൾ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങൾ ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ മൈക്കിളിൻ്റെ ക്യാരക്ടർ എങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഡ്രൈവിലോട്ട് പോയി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏത് ഫോൾഡറിനകത്ത് കിടക്കുന്നതെന്നൊന്ന് നോക്കേണ്ടതാണ്. അതിനുശേഷം ഗെയിമിൻ്റെ കയറിയതിന് ശേഷം RGS മെനു എടുക്കേണ്ടതാണ്. RGS മെനു എടുത്തതിന് ശേഷം ലോഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഏത് ഫോൾഡറിനകത്ത് കിടക്കുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്യേണ്ടതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം ഒന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ടും കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടതാണ്. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗെയിമിൻ്റെ തൊട്ട് മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആഡായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മൈക്കിളിൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ വെച്ചിട്ടാണ് ബാക്കി ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളത് ചെയ്ത് നോക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ മൈക്കിളിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ആ ഗ്ലിച്ചും കാര്യങ്ങളും വർക്കായില്ലെങ്കിൽ വേറെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കുന്നതാണ്. വേറെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർക്കാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എനിക്കിപ്പം മൈക്കിളിൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഗ്ലിച്ചും കാര്യങ്ങളും വർക്കാവുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം ചിലപ്പോൾ മൈക്കിളിൻ്റെ ക്യാരക്ടർ അല്ലായിരിക്കും, ചിലപ്പം ഫ്രാങ്കിളിൻ്റെ ക്യാരക്ടർ അല്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്കാവുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ടത്, നമുക്കിനി നമ്മുടെ ഗ്ലിച്ചും കാര്യങ്ങളും എന്താ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് ഞാൻ മുകളിലൊക്കെ ഇപ്പോൾ ഫയറും കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ വിസയിലും കാര്യങ്ങളൊക്കെ ഫയറും കാര്യം ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു കാറും കാര്യങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാറും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മളൊരു കാറും കാര്യങ്ങളൊക്കെ വിളിച്ചതിന് ശേഷം നമുക്കിവിടെ ജമ്പിങ് ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ ആകാശ സ്കൈയിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോഡ് ചെയ്യുന്ന അതേ സമയത്ത് നമുക്കിവിടെ കാറ് ക്ലിയറിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പം അത് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. കോഡ് ഇത് പെട്ടെന്ന് നമ്മുടെ കാറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നേരെ കാറിനകത്ത് കയറുന്നതായിരിക്കും, അതുപോലെ തന്നെ ആകാശത്തു നിന്ന് താഴോട്ട് വീഴുന്നതുമായിരിക്കും. അങ്ങനെ വീണ് കഴിയുമ്പോൾ നമ്മുടെ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. ഏകദേശം 50% വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ 50% വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഗൺസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ ആദ്യമാണെങ്കിൽ മിഷൻ ഗണ്ണായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഗ്ലിച്ചും കാര്യങ്ങളും കൊണ്ടുവന്ന മിഷൻ ഗണ്ണ് വെച്ചിട്ട് ബാക്കിയുള്ളവർ
വെക്കുന്നതാണ് ഡ്രോൺ യൂസ് ചെയ്ത്. ഈ പ്രാവശ്യം നമുക്ക് വിസൈലും കാര്യങ്ങളാണ്. അപ്പോൾ ഗ്ലിച്ചിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഗണ്ണും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും അതൊന്ന് ട്രൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നമ്മളിപ്പം നമ്മുടെ ഫോണും വന്ന് നമ്മുടെ മെഷീൻ ഗണ്ണും വന്ന് അപ്പോൾ രണ്ടും ആക്സസിബിൾ ആയിട്ടുണ്ട്. രണ്ടും നമ്മുടെ കൈ കിട്ടി. ഇനി ഡ്രോണും കൂടെ സെലക്ട് ചെയ്യണം. ഡ്രോൺ സെലക്ട് ചെയ്തിട്ട് ഡ്രോൺ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റത്തെ ഗ്ലിച്ചും കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇന്നലത്തെ ഗ്ലിച്ചും കാര്യങ്ങളും വർക്കായിട്ടുണ്ട്. ഇനി സെക്കൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ആ വിസൈലും കാര്യങ്ങളും എടുക്കണം. ആ മെഷീൻ ഗണ്ണ് മാറ്റിയിട്ട് വിസൈൽ കാര്യങ്ങൾ കൈ വെക്കണം. വിസൈൽ വെക്കുന്ന സമയം തന്നെ നമ്മുടെ കയ്യിൽ ഫോണും ഉണ്ടായിരിക്കണം. ഫോണും എടുക്കാനും പറ്റണം, വിസൈലും കയ്യിലിരിക്കണം. അതാണ് നമ്മുടെ ഗ്ലിച്ചും കാര്യങ്ങളും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 100% നമ്മുടെ ഗ്ലിച്ചും കാര്യങ്ങളും വർക്കാവുന്നതായിരിക്കും. അപ്പം ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മളൊരു കാറും കാര്യങ്ങളും എടുക്കണം. സെക്കൻഡ് നമ്മൾ 1125 എന്ന് പറഞ്ഞ് നമ്മൾ ചിപ്പ് കോഡ് ഡയൽ ചെയ്യണം. ഡയൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കോഡ് ചെയ്യുന്ന ആ സമയം തന്നെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ വ്യത്യാസം വരാതെ നമ്മൾ ആകാശത്ത് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കാറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആകാശത്ത് താഴോട്ട് വീഴുന്നതായിരിക്കും. താഴോട്ട് വീണ് കഴിഞ്ഞാലും നമ്മൾ വണ്ടിക്കകത്ത് കയറുന്ന ഗ്ലിച്ചും കാര്യങ്ങളും ആയിട്ടുണ്ട്. അതൊരു ഫസ്റ്റത്തെ ഗ്ലിച്ച്, ആ 50% ഗ്ലിച്ചും കാര്യങ്ങളായി. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് വെച്ചാൽ സെക്കൻഡ് ഫേസ് എന്ന് വെച്ചാൽ നമുക്ക് ഗണ്ണും ഫോണും എടുക്കണം. അപ്പം നമ്മളിപ്പം ആദ്യം ഫോൺ എടുത്തിട്ട് എന്നിട്ട് ഗൺ അടിക്കണം. അപ്പോൾ ഫോണും ഗണ്ണൂടെ എടുത്ത് അപ്പോൾ ഗ്ലിച്ചും കാര്യങ്ങളും കയറും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോണും വരും, ഗണ്ണും വരും. അങ്ങനെ വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഡ്രോണിൻ്റെ കാര്യങ്ങളും ഓപ്ഷൻ്റെ കാര്യങ്ങളും വെക്കാൻ പറ്റത്തില്ല. കാരണം ഡ്രോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പം ഡ്രോൺ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഗണ്ണും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫയർ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ കിട്ടുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് വിസൈലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് ഡ്രോണും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്താൽ നമ്മൾ പറന്ന് നടക്കുമ്പോൾ നമുക്കാണ് ഇങ്ങനെ ഫയർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഗ്രൗണ്ടിൽ തന്നെ കാണുന്നതായിരിക്കും. ബാക്കി എല്ലായിടത്തും നമുക്ക് വെടിവെച്ച് ഇങ്ങനെ പൊട്ടിക്കാനും പറ്റുന്നതായിരിക്കും. ആ ഒരു പോയിൻ്റ് ഏരിയ, വെള്ള പോയിൻ്റ് ഏരിയകളും വെച്ചിട്ടായിരിക്കും നമുക്ക് ബാക്കി എല്ലായിടത്തും അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുതന്നെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇതുപോലത്തെ കുറേ ഗ്ലിച്ചസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ട് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ച് നമ്മൾ ഇതുപോലത്തെ കുറേ ഗ്ലിച്ചസ് കാര്യങ്ങളും വരുന്ന വീഡിയോസിന് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് നമുക്ക് റിപ്ലൈ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിനി അപ്ഡേറ്റ് കാര്യങ്ങൾ ഇനി എപ്പോഴാണ് വരുന്നത് കുറേ പേരോട് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ ഡെവലപ്പറിനോട് സംസാരിച്ചപ്പോൾ ഡെവലപ്പർ നമ്മളോട് പറഞ്ഞ് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും, ജലദിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കൊണ്ടുവരുമെന്നാണ് ഡെവലപ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും തന്നിട്ടുണ്ട്. കാരണം ഇത്രയും നാളും നിങ്ങൾ കുറേ പേര് ചോദിച്ചപ്പോൾ കൊണ്ടുവരും നമ്മൾ പറയുന്ന പോലെ നിങ്ങൾക്ക് വിശ്വാസം കാര്യങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തിട്ടേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമായില്ല നമുക്ക് എന്താണ് പ്രശ്നമെന്ന്. അപ്പം കുറേ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയില്ല നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരത്തില്ല. എന്തായാലും മാക്സിമം നമുക്ക് 2 വീക്സ് എന്ന് വെച്ചാൽ ഈ വരുന്ന ആഴ്ചയും അടുത്ത ആഴ്ചയും അതിൻ്റെ ഇടയ്ക്കത്തെ ഒരു ദിവസത്തിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഡേറ്റും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്തിരിക്കേണ്ടതാണ്. എൻ്റെ വാട്സപ്പ് ചാനലും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്തിരിക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് തന്നെ ഞാൻ ഇടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് വാട്സപ്പ് ചാനലും എൻ്റെ ഇതിനകത്തും ഫോളോ ചെയ്തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. എന്നാലേ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യേണ്ടതാണ്. വാട്സപ്പ് ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചാനൽ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ പുതിയ ലീക്സും കാര്യങ്ങളും കിട്ടുമ്പോൾ ഞാൻ അതായിരിക്കും ആദ്യം വാട്സപ്പ് ചാനൽ ഇടുന്നത്, എന്നിട്ടായിരിക്കും വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ സി യു.